ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പുതിയ പ്രഭാതം സമ്മാനിച്ച സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും ഇന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ്. നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളും കുറ്റബോധങ്ങളും ആശങ്കകളും പരാജയങ്ങളുമെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു നാം ധ്യാനിക്കുന്നത് ലേവ്യാപുസ്തകം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗം പ്രധാനമായും പാപപരിഹാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ അറിയാതെ തെറ്റിപ്പോകാം, അറിയാതെ പാപം ചെയ്യാം, തൻ്റെ തെറ്റ് തിരിച്ചറിയാതെ മുൻപോട്ടു പോകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല. പാപം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വഴിയാണ് ദൈവം ഒരുക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിൻ്റെ പ്രധാന സന്ദേശം, തെറ്റു സംഭവിച്ചാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങി വരിക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വെളിച്ചത്തിൽ പരിശോധിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുവാനുള്ളൊരു കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് വീണ്ടും വിശുദ്ധിയുടെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നു ധ്യാനിക്കുന്ന ഈ തിരുവചന ഭാഗം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു തിരുവചനമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം ലേവ്യാപുസ്തകം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ആ തിരുവചന ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആവക വല്ലതും ചെയ്താൽ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്റെ മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തു എങ്കിൽ, താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെയെടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ സുഗന്ധവർഗത്തിൽ പീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം. മൂത്രപിണ്ഡം 2ഉം അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വപവും അവൻ എടുക്കണം. സമാധാന യാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ യാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിനു പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വച്ച് തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീറിടുന്നിടത്തു വച്ചു തന്നെ അത് ചുട്ടുകളയണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം, തെറ്റു ചെയ്താൽ തിരികെ വരുവാൻ മറക്കരുത്. പ്രിയമുള്ളവരെ,
ലേവ്യാപുസ്തകം 4-ാം അധ്യായം നമ്മെ വളരെ ആഴമുള്ള ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവജനത്തിന്റെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് ദൈവം അവരെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന ഒരു കാര്യമുണ്ട്. ദൈവം പാപത്തെ നിസാരമായി കാണുന്നില്ല. പാപം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. നമ്മുടെ ആത്മീയ ജീവിതം ദുർബലമാകുന്നു. പക്ഷേ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു സത്യമാണ് നാം ഈ തിരുവചനത്തിലൂടെ പഠിക്കുന്നത്. ദൈവം നമ്മെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. നാം പശ്ചാത്തപിച്ച് അവന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ നമ്മെ വീണ്ടും ക്ഷണിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കും. ചിലപ്പോൾ കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഒരു ബന്ധത്തെ മുറിപ്പെടുത്തും. ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ തെറ്റിപ്പോകും. ചിലപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയാമായിരുന്നിട്ടും നാം നമ്മുടെ ഇഷ്ടം തിരഞ്ഞെടുക്കും. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് നാം അകന്നു പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദം വരാം, നീ ഇങ്ങനെ ചെയ്തുവല്ലോ, ഇനി ദൈവത്തിന്റെ അടുക്കൽ പോകുവാൻ നിനക്ക് എങ്ങനെ കഴിയും? പക്ഷേ പ്രിയമുള്ളവരെ, ഇതു കേട്ട് ദൈവത്തിൽ നിന്ന് നാം ഒരിക്കലും അകന്നു പോകരുത്. നമ്മുടെ തെറ്റു നമ്മെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ പ്രേരിപ്പിക്കരുത്. നമ്മുടെ തെറ്റു തന്നെയാണ് നമ്മെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. ഇന്നു രാവിലെ നമുക്ക് കുറച്ചു നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുത്തേണ്ടുന്ന എന്തെങ്കിലുമുണ്ടോ? ഞാൻ ക്ഷമിക്കേണ്ട ഒരാളുണ്ടോ? ഞാൻ ക്ഷമ ചോദിക്കേണ്ട ഒരാളുണ്ടോ? എൻ്റെ വാക്കുകളിലൂടെ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തോട് ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മെക്കുറിച്ച് എല്ലാം അറിയുന്നവനാണ്. നാം സത്യസന്ധമായി അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ കരുണയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ വീണ്ടും നേരായ വഴിയിലേക്ക് നയിക്കണമേ. ഈ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം തെറ്റു ചെയ്തതല്ല, തെറ്റു ചെയ്ത ശേഷം അത് സമ്മതിക്കുവാൻ തയ്യാറാകാത്തതാണ്. അഹങ്കാരം നമ്മോട് പറയും, ഞാൻ തെറ്റിയിട്ടില്ല. പക്ഷേ വിനയം നമ്മോട് പറയും, അതെ, എനിക്ക് തെറ്റി, ഞാൻ തിരുത്തപ്പെടണം. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ബലഹീനത സമ്മതിക്കുന്നത് അതൊരു പരാജയമല്ല, അതൊരു ആത്മീയ ശക്തിയാണ്. നമ്മുടെ കുടുംബത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാം. ഭർത്താവിനോട് തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കാം. ഭാര്യയോട് തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കാം. മക്കളോട് തെറ്റുപറ്റിയാൽ അവരോടും ക്ഷമ ചോദിക്കാം. സഹോദരങ്ങളോട് തെറ്റുപറ്റിയാൽ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ക്ഷമ ചോദിക്കുന്ന ഹൃദയം ദുർബലമല്ല, അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ഹൃദയമാണ്. ഇന്നു ദൈവം നമ്മെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വിളിക്കുന്നു. കഴിഞ്ഞ തെറ്റുകളിൽ കുടുങ്ങിക്കിടക്കാതെ അവയിൽ നിന്ന് പഠിച്ച് മുൻപോട്ട് ജീവിതം. ഇന്നത്തെ നമ്മുടെ ഒരു ആത്മീയ തീരുമാനം, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു ആത്മീയ തീരുമാനമെടുക്കാം. എൻ്റെ തെറ്റുകൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയില്ല, അവ എന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു കൊണ്ടുവരും. ഇന്ന് എന്തെങ്കിലും തെറ്റ് തിരിച്ചറിഞ്ഞാൽ അത് ന്യായീകരിക്കാതെ ദൈവത്തോട് നമുക്ക് തുറന്നു പറയാം. ആവശ്യമായിടത്ത് മനുഷ്യരോടും ക്ഷമ നമുക്ക് ചോദിക്കാം. ഹൃദയത്തിൽ പക സൂക്ഷിക്കാതെ നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ സമാധാനം നിറയട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാക്കുകളാൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യമായ ഒരു പശ്ചാത്താപം നൽകണമേ. തെറ്റായ വഴികളിൽ നിന്ന് തിരിച്ചു വരുവാനുള്ളൊരു ശക്തി നൽകണമേ.
ക്ഷമ ചോദിക്കേണ്ടിടത്ത് വിനയം നൽകണമേ. ക്ഷമിക്കേണ്ടിടത്ത് കൃപ നൽകണമേ. വീണ്ടും അതേ തെറ്റുകളിലേക്ക് വീഴാതിരിക്കുവാനുള്ള ഒരു ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ ചുവടുകളും തമ്പുരാനെ നീ അവിടുന്ന് നയിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളേക്കാൾ വലുതാണ് അങ്ങയുടെ കരുണയെന്ന് വിശ്വസിച്ച് ഇന്ന് ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങളെ പുതുക്കണമേ, ഞങ്ങളെ വിശുദ്ധിയുടെ വഴിയിൽ നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൽ നിന്ന് ഒരു കാര്യം മാത്രം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. തെറ്റു സംഭവിച്ചാൽ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകരുത്. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്കാൾ വലിയതാണ് ദൈവത്തിന്റെ കരുണ. നിങ്ങളുടെ പരാജയങ്ങളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ സ്നേഹം. നിങ്ങളുടെ തെറ്റുകളേക്കാൾ വലിയതാണ് ദൈവത്തിന്റെ ക്ഷമ. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശ ഉദിക്കട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.